2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു 2024 രാജ്യമെമ്പാടും നടന്നത്. 2019 കേരളത്തിൽ മാത്രം മുന്നേറ്റം കൊണ്ടുവരുവാൻ സാധിച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 രാജ്യമെമ്പാടും വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചു. ആ സമയത്ത് BJPക്കെതിരായി കോൺഗ്രസ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ BJPക്ക് അംഗബലം വർദ്ധിക്കുകയാണ് എങ്കിൽ അവർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കും, അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ബാധിക്കും, അത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ബാധിക്കും, അത് ഈ രാജ്യത്തിൻ്റെ നാനാജാതിയിൽപ്പെട്ടവരുടെ ഏകോപന സൗന്ദര്യത്തെ ബാധിക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു വിവാദം ശക്തമായ രീതിയിൽ രാജ്യത്തെമ്പാടും വിവിധ സംസ്ഥാനങ്ങളിലായി ഉയർത്തിയതിൻ്റെ ഭാഗമായി കൂടിയുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ സഖ്യം എന്ന സഖ്യത്തിൻ്റെ ഫലമായി ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെ വിവിധ MPമാർക്കും വിജയിച്ചു വരാൻ സാധിച്ചത് എന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ നിരീക്ഷകരെമ്പാടും പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ രാജ്യത്തിൻ്റെ സുന്ദരകരമാർന്ന ഭരണഘടന BJP മാറ്റും, NDA സഖ്യം മാറ്റുമെന്ന ഒരു വാദത്തിനെ ജനങ്ങൾ പിന്തുണയ്ക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ പരിഗണന നൽകുകയും ചെയ്തു. ഇപ്പോൾ ശക്തമായൊരു പ്രതിപക്ഷമായി പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യം ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഈ ഭരണഘടന തിരുത്തുമെന്ന വാദമാണ്. ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ BJP തിരിച്ചടിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഭരണഘടന മാറ്റിമറിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പല രഹസ്യ നീക്കങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേത് വിധേനയും തടുക്കുമെന്ന തരത്തിലേക്കുള്ള വാദങ്ങളാണ് ഇപ്പോൾ പാർലമെൻറ്റിനുള്ളിൽ BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണഘടന മാറ്റുവാനുള്ള തന്ത്രപരമായ നീക്കത്തിന് ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് അവർ പറയുന്നു. കർണാടകയിലെ സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുവാനുള്ള തീരുമാനത്തെ ചൊല്ലി തിങ്കളാഴ്ച രാജ്യസഭയിൽ വലിയ ബഹളമായിരുന്നു. ഭരണഘടന മാറ്റുവാനുള്ള ശ്രമമാണെന്നാണ് BJP അധ്യക്ഷൻ JP നദ്ദ ഇതിനെ വിശേഷിപ്പിച്ചത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആരും ഭരണഘടന മാറ്റുന്നില്ലെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ മറുപടിയായി പറഞ്ഞു. ഞങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകരാണ്. BJP MPമാരുടെ വൻ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെക്കുകയും ചെയ്തു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഭരണഘടന മാറ്റാൻ ആഗ്രഹിക്കുന്നതെന്ന് രാജ്യസഭയിൽ കിരൺ റിജിജു ചോദിച്ചു. ബാബാ സാഹേബ് അംബേദ്കർ നിർമ്മിച്ച ഭരണഘടന ആർക്കും മാറ്റാൻ കഴിയില്ലെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രസിഡന്റുമായ മല്ലികാർജുന ഖാർഗെ പറഞ്ഞു. ആർക്കും റിസർവേഷൻ അവസാനിപ്പിക്കുവാൻ കഴിയില്ല. ഇത് രക്ഷിക്കാൻ ഞങ്ങൾ കശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തി. NDA MPമാർ ഇന്ത്യയെ തകർക്കുകയാണ്. മുസ്ലിം സംവരണ വിഷയം ഉന്നയിച്ചതിലൂടെ ബാബാ സാഹേബ് അംബേദ്കറുടെ ഭരണഘടനയുടെ പ്രശസ്തിക്ക് കോൺഗ്രസ് കളങ്കം വരുത്തിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപമുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുവെന്നും ഖാർഗെ പറഞ്ഞു. കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം ഇന്ന് പുറത്തു വന്നിട്ടുണ്ടെന്ന് BJP MP സാംബിത് പത്ര പറഞ്ഞു. ഇന്ന് അവരുടെ യഥാർത്ഥ സ്വഭാവം മുന്നിൽ വന്നിരിക്കുന്നു. DK ശിവകുമാർ ഒരു സാധാരണ നേതാവല്ല. ഗാന്ധി കുടുംബവുമായി രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹത്തിന് അടുപ്പമുണ്ട്. തൻ്റെ അഭിലാഷം നിലനിർത്താൻ വേണ്ടിയാണ് നെഹ്റു രാജ്യം വിഭജിച്ചത്. പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ഭാരതമാതാവിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി വിഭജിച്ചു. ഇന്ന് ഗാന്ധി കുടുംബവും അതുതന്നെ ചെയ്യുന്നു. ഭരണഘടനയിൽ മുസ്ലിം സംവരണത്തിന് സ്ഥാനം നൽകുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. ബാബാ സാഹിബ് അംബേദ്കർ ഇതിനെ എതിരായിരുന്നു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി കഴിവില്ലാത്തവനായതിനാൽ അവർ ഇന്ത്യയെ വീണ്ടും വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ വിഭജിച്ചും ഭരണഘടന മാറ്റിയും എവിടെയെങ്കിലും നേതാക്കളാകാൻ അവർ ഗൂഢാലോചന നടത്തുകയാണ്. ഇന്ത്യ ഇത് സഹിക്കുന്നില്ലെന്നും സാംബിത് പത്ര പറഞ്ഞു. ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു BJP MPമാർ പാർലമെന്റിനുള്ളിൽ ആരോപണ ശരങ്ങൾ ഉയർത്തിയത്. എന്തായാലും ആര് ഭരണഘടന മാറ്റിമറിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പാർലമെന്റ് മതിൽക്കെട്ടുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കുന്നത്.